പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭമായി ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ഓപ്ഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കും. അതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് ഒന്ന് ചിന്തിച്ചാട്ടെ. ഒന്ന്, ഒരു ബാങ്ക് അക്കൗണ്ടും ആ ബാങ്ക് അക്കൗണ്ടിൽ നിറയെ പൈസ, ഒരുപാട് പൈസയുടെ ഡെപ്പോസിറ്റും നിങ്ങൾക്ക് ലഭ്യമാകും. മറ്റൊരു ഓപ്ഷൻ, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷവും സമാധാനവും. ഇതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. മാനുഷികമായി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ബാങ്ക് അക്കൗണ്ട് കരസ്ഥമാക്കുവാനായിട്ടുള്ളൊരു നെട്ടോട്ടം അതായിരിക്കും നമ്മുടെ മനസ്സിൽ ഓടി വരിക. അത് സ്വാഭാവികമാണ്, മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുക. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പക്വതയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത്, ഒരുപാട് പൈസയൊക്കെ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യൻ സ്വാഭാവികമായി തിരഞ്ഞെടുക്കുക നിശ്ചയമായും ആ സന്തോഷം എന്നുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും. ഇങ്ങനെ പറയട്ടെ, സന്തോഷം എന്നുള്ളത് ഒരു ബലമാണ്, ഒരു ധൈര്യമാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും സന്തോഷമുണ്ട് എങ്കിൽ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയൊന്ന് ചിന്തിച്ചാട്ടെ, ഒരുപാട് സ്വത്തുള്ള ഒരു മനുഷ്യൻ, പക്ഷേ തൻ്റെ ഹൃദയത്തിനകത്തൊരു സന്തോഷമില്ല, എപ്പോഴും വിഷാദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലും അത് ഗുണപ്പെടുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, സന്തോഷം എന്നുള്ളതൊരു ഡെപ്പോസിറ്റാണ്. ഒരു ബാങ്ക് അക്കൗണ്ടിനകത്ത് ഒരുപാട് പൈസയുള്ളതിനേക്കാളും മൂല്യമേറിയ ഒന്നാണ് സന്തോഷം എന്നുള്ളത്. ഇന്ന് പകലിൽ ഈ സന്തോഷമില്ലാതെ താങ്കൾ ഭാരപ്പെടുകയാണ് എങ്കിൽ, ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, പക്ഷേ സന്തോഷമില്ല. ഇനി മറ്റൊരു ഭാഗത്ത് ജീവിതത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കത്തക്ക ഒരു സാഹചര്യവുമില്ല, അതുകൊണ്ട് സന്തോഷമില്ല. ഇങ്ങനെയൊക്കെ സന്തോഷമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ താങ്കൾ കടന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം ശ്രവിക്കുവാനായിട്ട് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എവിടെ നിന്നാണ് ഈ സന്തോഷം നമുക്ക് ലഭ്യമാകുക? എങ്ങനെ ഈ സന്തോഷം നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് കഴിയും? ഇനി ഈ സന്തോഷം നിലനിൽക്കുന്നതാണോ? ഇത്യാദി കാര്യങ്ങൾ ഇന്ന് പകലിൽ വചനത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചന ധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിലും ദൈവികമായ സന്തോഷത്താൽ ദൈവം നമ്മെ നിറച്ച് വഴി നടത്തുമാറാകട്ടെ. ഒരു വചനഭാഗത്തിലേക്ക് പ്രാരംഭമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നെഹമ്യ 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. ആ വാക്ക് അടിവരയിട്ട് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. ഈ സാഹചര്യം ഒന്ന് വ്യക്തമാക്കിയതിന് ശേഷം എപ്രകാരം ഈ ബലം, ഈ സന്തോഷം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുമെന്ന് നമുക്ക് വേഗത്തിൽ ധ്യാനിക്കുവാനായിട്ട് കടന്നു പോകാം. ഈ സാഹചര്യം ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. നെഹമ്യ 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ തകർന്നു കിടക്കുന്ന യെരുശലേമിന് ചുറ്റുമുള്ള മതിലുകളെല്ലാം പണിയപ്പെടുകയും വാതിലുകൾ യഥാസ്ഥാനത്ത് ക്രമമായി സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ഇസ്രായേൽ മക്കളെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ ആ ദേശത്തിലായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം വിളിച്ചുകൂട്ടി നെഹമ്യാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എസ്രാ ശാസ്ത്രിയെ വരുത്തി. എസ്രാ ശാസ്ത്രിയെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയുണ്ടായി. അദ്ദേഹം മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിനെ പറ്റി A to Z എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, അത് വിശദീകരിച്ചു കൊടുക്കുവാനും അത് പഠിപ്പിക്കുവാനും അതിൻ്റെ അർത്ഥമൊക്കെ പൊരുൾ തിരിച്ചു കൊടുക്കുവാനും ഒക്കെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എസ്രാ ശാസ്ത്രി. അങ്ങനെ ഈ മതിലിൻ്റെ പണിക്ക് ശേഷം നെഹമ്യാവ് എസ്രാ ശാസ്ത്രിക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രസംഗപീഠവും മാത്രമല്ല ചുറ്റും ജനങ്ങൾക്ക് കൂടിയിരിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എസ്രാ ശാസ്ത്രി അവിടെ കടന്നു വരികയും ആ പ്രസംഗപീഠത്തിൽ ആ പുൽപുറ്റിൽ കയറി ന്യായപ്രമാണം ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കുകയും അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വായിക്കുക മാത്രമല്ല, അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട ജനങ്ങൾ അവർ കരയുവാനായിട്ട് തുടങ്ങുകയാണ്.
എന്തുകൊണ്ടാണ് അവർ കരയുന്നത്? അവർക്കൊരു കാര്യം ബോധ്യമായി. അവരും അവരുടെ പിതാക്കന്മാരുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അനുസരിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഈ വേദപുസ്തകത്തിലെ സത്യങ്ങളിൽ നിന്നും ഒരുപാട് അകലങ്ങളിലാണ് എന്നുള്ള വസ്തുത അവർ തിരിച്ചറിയുകയും ഒരു മനസ്താപത്തിൻ്റെ, ഒരു റിപ്പൻറ്റൻസിൻ്റെ, ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു യൂ ടേൺ എടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവരുടെ ജീവിതം വഴിമാറുകയും ചെയ്യുകയാണ്. രാവിലെ മുതൽ ഉച്ചവരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ വചനധ്യാനവും വചന പഠനവും ഒക്കെ അവരുടെ ജീവിതത്തിലൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉളവാക്കി. അവർ ഒരുപാട് കരഞ്ഞു. ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തി. അവർക്ക് മനസ്സിലായി അവർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകലങ്ങളിലായിരിക്കുന്നു എന്ന്. ഇവരുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് നെഹമ്യാവും എസ്രായും ലേവ്യ പുരോഹിതന്മാരും ഒക്കെ അവരുടെ അടുക്കൽ വന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ദൈവത്താൽ വിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾക്ക് സന്തോഷിപ്പാനായിട്ട് വകയുണ്ട്. ആ സന്തോഷിപ്പാനായിട്ടുള്ള വക ഇതാണ്, നിങ്ങൾക്ക് കർത്താവിങ്കൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നിങ്ങൾ നോക്കുകയും ആ സന്തോഷത്തിൽ നിങ്ങൾ ആശ്രയിക്കുകയും നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് നെഹമ്യാവും കൂടെയുള്ളവരും ആ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പകലിലും നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ നിരാശയിലാക്കി വച്ചിരിക്കുന്ന പാപത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് ഒരു ഉയിർത്തെഴുന്നേൽപ്പ് ദൈവം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നെഹമ്യാവ് പറഞ്ഞതുപോലെ, നെഹമ്യാവും കൂടെയുള്ളവരും പറഞ്ഞതുപോലെ അവർക്ക് ഈ സന്തോഷം ലഭ്യമായോ? 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. വചനം അവർക്ക് മനസ്സിലായപ്പോൾ, അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ വചനത്തിലൂടെ ബോധ്യമായപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ സന്തോഷം വരുവാനായിട്ട് തുടങ്ങുകയാണ്. ദൈവം ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനത്തെ ഏറ്റെടുത്ത് ആ വചനത്തിന് പ്രകാരം ജീവിക്കുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മടങ്ങി വരുവാനായിട്ട് തുടങ്ങും. എവിടെയാണോ നിങ്ങൾക്ക് സന്തോഷം മിസ്സായിരിക്കുന്നത്, എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ ഒത്തിരി അകലങ്ങളിലായിരിക്കുന്നത്, വേദപുസ്തകത്തിലേക്ക് കടന്നു വരിക, വചനം വായിക്കുവാനായിട്ട് തുടങ്ങുക. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങുമ്പോൾ, ദൈവം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുവാനായിട്ട് തുടങ്ങുമ്പോൾ നാം അറിയാതെ നമ്മളിൽ നിന്ന് സന്തോഷം അത് ഒഴുകുവാനായിട്ട് തുടങ്ങും. അവിടെയും തീർന്നില്ല. 17-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങളുണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂൻ്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി. ഒരു പക്ഷേ അത് വായിക്കുമ്പോൾ ചിലത് ചെയ്യാതിരുന്നത് കൊണ്ട് അവർക്ക് സന്തോഷമുണ്ടായി എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ അവർ കരഞ്ഞ ആ സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ സന്തോഷത്തിനുമിടയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നാം പറഞ്ഞതുപോലെ ആ വചനം മനസ്സിലായപ്പോൾ അവരിൽ സന്തോഷം വന്നു തുടങ്ങി. എന്നാൽ തുടർന്ന് നാം കാണുന്നത് അവർക്ക് തെറ്റുപറ്റിപ്പോയി, അവരുടെ പിതാക്കന്മാർക്ക് തെറ്റുപറ്റിപ്പോയി. യോശുവയുടെ കാലം മുതൽ ആർക്കും ഈ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിൽ അവരെ രൂപാന്തരപ്പെടുത്തിയ വചനത്തിൻ പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ അവർ തീരുമാനമെടുക്കുകയും ആ കൂടാരപ്പെരുന്നാൾ അവർ ആഘോഷിക്കുകയും ചെയ്തു. ആ കൂടാരപ്പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ നാം കാണുകയാണ് അവിടെ വലിയ സന്തോഷമുണ്ടായി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ദുഃഖത്തിലായിരുന്നു. ജനങ്ങൾ താൽക്കാലികമായി സന്തോഷം മാത്രം അനുഭവിച്ച് ജീവിച്ചു വരികയായിരുന്നു. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി അവർ യാത്ര ചെയ്യുകയും ഈ ലോകം നൽകുന്ന താൽക്കാലികമായിട്ടുള്ള സന്തോഷം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ വചനം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ മടങ്ങി വരികയാണ്. മാത്രമല്ല ആ സന്തോഷത്തിൻ്റെ അനുഭവം അവരിലേക്ക് മടങ്ങി വന്നു എന്ന് മാത്രമല്ല, ആ കൽപ്പനകൾ അവർ അനുസരിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ വലിയ സന്തോഷത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ഉള്ളിലും ഇതേ സന്തോഷം ദൈവം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എവിടെ നിന്നാണ് നമുക്ക് ഈ സന്തോഷം പ്രാപിക്കുവാനായിട്ട് കഴിയുക? ആരാണ് ഈ സന്തോഷത്തിൻ്റെ ഉറവിടം? സന്തോഷത്തിന് ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് എവിടെയാണ്? റോമർക്ക് എഴുതിയ ലേഖനം
15-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. 21-ാം സങ്കീർത്തനം 6-ാമത്തെ വചനം, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് ഈ സന്തോഷം തരുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരു വ്യക്തി സർവശക്തനായിട്ടുള്ള ഒരു ദൈവമാണ്. ഓരോ നദികൾക്കും ഒരു ഉത്ഭവസ്ഥാനമുണ്ട് എന്ന് പറയപ്പെടുന്നത് പോലെ സന്തോഷത്തിനൊരു ഉത്ഭവസ്ഥാനമുണ്ടെങ്കിൽ സർവശക്തനായിട്ടുള്ള ദൈവം മാത്രമാണ്. ആ ദൈവത്തിങ്കൽ നിന്ന് മാത്രമാണ് നമുക്ക് സന്തോഷം ലഭ്യമാകുക. അപ്പോൾ തന്നെ ഉയർന്നു വന്നേക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈ ലോകപ്രകാരം ജീവിക്കുന്ന പലരും പല വിധത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. കഞ്ചാവും മയക്കുമരുന്നും ഈ ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങളിൽ അതിൻ്റെ പിന്നാലെ കടന്നു പോവുകയും അപ്രകാരമൊക്കെ സന്തോഷം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. അവരോട് പേഴ്സണലായിട്ട് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അവർ അനുഭവിക്കുന്ന സന്തോഷം താൽക്കാലികമായ സന്തോഷം മാത്രമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് MDMA എന്നുള്ള മാരകമായ മയക്കുമരുന്നിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കാണുവാനായിട്ടിടയായി. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്, MDMA 1 ഗ്രാമോ 2 ഗ്രാമോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു രാത്രി മുഴുവൻ അവർക്ക് ആ സന്തോഷം ലഭ്യമായേക്കാം. ആ പിറ്റേ ദിവസം അതിൽ നിന്ന് പിന്നെയും നിരാശയിലേക്കാണ് അവർ വഴുതി വീഴുന്നത്. പിന്നെയും ആ MDMA ഉപയോഗിക്കാതെ അവർക്ക് ആ സന്തോഷം ലഭ്യമാവുകയില്ല. അവർ പിന്നെയും വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ കടന്നുപോയി അവരുടെ ദേഹം ക്ഷയിച്ച് പെട്ടെന്ന് തന്നെ മണ്ണിനോട് അലിയപ്പെടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നാം മനസ്സിലാക്കുക, ഈ ലോകം തരുന്നത് താൽക്കാലികമായിട്ടുള്ള സന്തോഷം മാത്രമാണ്. വേദപുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പദപ്രയോഗം ഇങ്ങനെ നമുക്ക് കാണാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വചനം, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശയെ പറ്റി ഇപ്രകാരം നാം വായിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാപത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് തരുവാനായിട്ട് കഴിയുന്നത് തൽക്കാല ഭോഗങ്ങൾ മാത്രമാണ്. വളരെ ടെമ്പററി ആയിട്ടുള്ള സന്തോഷം മാത്രമാണ് ഈ ലോകത്തിന് തരുവാനായിട്ടുള്ളത്. മോശയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും കഷ്ടം അനുഭവിക്കുവാനായിട്ട് താൻ തിരഞ്ഞെടുത്തു. ഫറവോൻ്റെ കൊട്ടാരത്തിൽ എല്ലാം നല്ല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വളർന്നു വന്ന മോശെ അതല്ല ദൈവത്തിൻ്റെ ഹിതമെന്നും അതല്ല ദൈവത്തിൻ്റെ പദ്ധതിയെന്നും വചനം അല്ലെങ്കിൽ ദൈവം തന്നെക്കുറിച്ച് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെ ഉപേക്ഷിച്ച് കഷ്ടം അനുഭവിക്കുവാനായിട്ട് താൻ തിരഞ്ഞെടുത്തു എന്ന് വചനത്തിൽ നാം വായിക്കുകയാണ്. ഇന്നും പാപത്തിൽ തന്നെ തുടരുവാൻ, പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾ അനുഭവിച്ചു മാത്രം മുന്നിലേക്ക് പോയാൽ മതിയെന്ന് താങ്കൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ സന്തോഷം വലുതാണ് എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഈ സന്തോഷം അധികനാൾ നീളുന്ന സന്തോഷമല്ല. ഇതിനേക്കാളും കരച്ചിലിൻ്റെയും പല്ലുകടിയുടെയും അനുഭവത്തിലേക്ക് ഈ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 41-42 വചനങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്, അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യൻ, പാപം ചെയ്ത് പാപത്തിൽ തന്നെ തുടരുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചെന്ന് വീഴപ്പെടുവാനായിട്ട് പോകുന്നത് ഒരിക്കലും മണയാത്ത തീച്ചൂളയിലേക്കാണ്. പാപത്തിൻ്റെ അഗാധ കൂപത്തിലേക്ക് വീഴപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമാണ്. ഇന്നത്തെ താൽക്കാലിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അത് എന്നും തുടരുമെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ് സുഹൃത്തെ. ഇന്ന് പകലിൽ മനസ്സാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ ഒരിക്കൽ കൂടെ ഈ വചനത്തിൻ പ്രതി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇനി എനിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുവാനായിട്ട് കഴിയുക? ഇങ്ങനെ ഈ പാപത്തിൽ തുടരുവാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് നിത്യമായ സന്തോഷം ലഭ്യമാകണം, ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആ സന്തോഷം എനിക്ക് വേണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ.
യാക്കോബ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക, ദൈവത്തിങ്കലേക്ക് അടുത്ത് ചെല്ലുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുക. ആ മുടിയനായ പുത്രൻ പിതാവിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോയതുപോലെ അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും ഇതിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വരുവാൻ, ഈ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് പുറത്തിറങ്ങി വരുവാൻ, ഈ തൽക്കാല ഭോഗങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കുറച്ച് പാടാണെങ്കിലും അവിടെ കുറച്ച് നാം കരയേണ്ടി വന്നാലും, നെഹമ്യാവിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ ചില കരച്ചിലുകളും ചില വിലാപങ്ങളും വന്നാലും സാരമില്ല. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിയുക, വചനത്തിലേക്ക് തിരിയുക, വചനം അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവത്തിങ്കലേക്ക് തിരിയുക. നിങ്ങളറിയാത്തൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിനെ മൂടി മറയ്ക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ പറയുകയാണ്, ഇത് പകലൊരു തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പാ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കൈകളെ വെടിപ്പാക്കണം, എൻ്റെ ഹൃദയത്തെ വെടിപ്പാക്കണം, എൻ്റെ അധരത്തെ വെടിപ്പാക്കണമേ, എന്നെ പൂർണ്ണമായിട്ടൊന്ന് കഴുകി ശുദ്ധീകരിക്കണം, എൻ്റെ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായാൽ നിങ്ങളറിയാത്തൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തെ മൂടി മറയ്ക്കുവാനായിട്ട് പോവുകയാണ്. അത് പ്രാപിക്കുവാനായിട്ട് നാളുകളിൽ ഒരുങ്ങുക. ഈ നിമിഷം തന്നെ, ഈ മണിക്കൂറുകൾ തന്നെ അതിനുവേണ്ടി തയ്യാറായാൽ ദൈവം സ്വർഗത്തിലെ സന്തോഷത്താൽ നിറച്ച് നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവിൻ്റെ സന്തോഷം നമ്മളിലിരിക്കും. ഒരിക്കലും ആ സന്തോഷം നമ്മളെ വിട്ട് മാറിപ്പോവുകയില്ല. യേശു കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ ഇരിക്കുകയും ആ സന്തോഷത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി നാം അവിടെ വായിക്കുന്നത്, സന്തോഷം പൂർണ്ണമാകും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അന്തമാവുകയില്ല, ഒരിക്കലും അതിന് അവസാനമില്ല. ആ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും ഈ സന്തോഷം ഉള്ളിലുള്ള ഒരു മനുഷ്യൻ, സന്തോഷത്തിൻ്റെ സ്രോതസ്സായ യേശു ഉള്ളിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ സന്തോഷം അലതല്ലുവാനായിട്ട് തുടങ്ങും. എത്ര പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും, പല്ല് കടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്കെതിരായിട്ട് നിന്നാലും ഈ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ സന്തോഷത്തെ തകർക്കുവാൻ ഒരു പ്രശ്നങ്ങൾക്കും ഒരു വെല്ലുവിളികൾക്കും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മനുഷ്യൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ സ്തേഫാനോസ് എന്നുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം, ചുറ്റും നിൽക്കുന്ന ജനം ഒരുമിച്ച് തന്നെ കല്ലെറിയുവാനായിട്ട് നിൽക്കുകയാണ്. താൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി താൻ നിൽക്കുകയാണ്. പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിനു വേണ്ടി താൻ നിൽക്കുകയാണ്. തനിക്ക് എന്താണ് ബലം, തനിക്ക് എന്താണ് ശക്തി? തൻ്റെ മസിൽ പവറല്ല, തന്നെ സഹായിപ്പാൻ അധികാരികൾ ആരും കൂടെയില്ല, ഒരുപാട് പൈസ തൻ്റെ കയ്യിലില്ല. പക്ഷേ തൻ്റെ പക്കലുള്ള ഒരേ ഒരു ബലം കർത്താവിങ്കലെ ബലം മാത്രമാണ്. തൻ്റെ ഉള്ളിൽ തിങ്ങി നിറയുന്ന സന്തോഷം മാത്രമാണ് തൻ്റെ ബലം. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രിയരെ, ഈ സന്തോഷമാണ് ഏറ്റവും വലിയ ബലം, ഏറ്റവും വലിയ ശക്തി ഈ സന്തോഷമാണ്. ഈ കർത്താവിങ്കലുള്ള സന്തോഷത്താൽ നിറയപ്പെട്ട സ്തേഫാനോസ് ചുറ്റും കല്ലെറിയുവാനായിട്ട് നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും അവിടെ താൻ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 55-56, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ചുറ്റും പ്രശ്നക്കാർ ഒരുമിച്ച് നിന്ന് തനിക്ക് വിരോധമായി നിൽക്കുമ്പോഴും കർത്താവിങ്കൽ ബലമുള്ള ഒരു മനുഷ്യൻ കാണുന്നത് സ്വർഗത്തിലെ ദൈവത്തെയാണ്. ആ ദൈവം യേശു കർത്താവ് എന്താണ് ചെയ്യുന്നത്? തൻ്റെ ഇരിപ്പിടത്തെ വിട്ട് എഴുന്നേറ്റ് നിന്ന് ബഹുമാനസൂചകമായി തൻ്റെ മുഖത്തേക്ക് നോക്കിയ തൻ്റെ ഭക്തനു വേണ്ടി യേശു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച നാം അവിടെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇതേ സന്തോഷത്താൽ ദൈവം താങ്കളെയും നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ചെയ്യേണ്ടത് വചനത്തിലേക്ക് മടങ്ങി വരിക, യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. നമ്മുടെ ഹൃദയങ്ങൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ട് പിരിയപ്പെട്ടവരായി ദൈവത്തോട് ചേർന്ന് നടക്കുക. കർത്താവിങ്കിലെ സന്തോഷം എൻ്റെ ബലം എന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റപ്പെടട്ടെ. സ്വർഗീയ സന്തോഷത്താൽ നിറയപ്പെടുന്ന സ്വർഗീയ അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.